ഞാൻ കടന്നു വന്ന വഴികളിലേക്ക് തിരിഞ്ഞു നോക്കാൻ ഇത് ഒരു സന്ദർഭമാണ് എന്ന് തോന്നുന്നു. വളരെ അത്ഭുതകരമായ വഴിയിലൂടെയാണ് ഞാൻ വന്നത്. വടക്കൻ തിരുവിതാംകൂറിൽ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഒരിടത്തരം കുടുംബത്തിൽ ജനിച്ച് വിദ്യാഭ്യാസത്തിലും ഉദ്യോഗത്തിലും മോശമെന്ന് ആരും പറയാനിടയില്ലാത്ത വിധത്തിലുള്ള രീതിയിൽ പ്രകടനങ്ങൾ നടത്തി പുസ്തകങ്ങൾ വായിക്കുകയും എഴുതുകയും ചെയ്യുന്ന ശീലം ഇന്നും കൊണ്ടു നടക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഓർമ്മിക്കുന്നൊരു കാര്യം. ഞാൻ ആദ്യം വായിച്ച പുസ്തകം ഏതാണ് എന്ന് ഓർമ്മയില്ല. എങ്കിലും എസ് ആൽഫ്രഡ് എന്നയാൾ എഴുതിയ മഷിഹ കഥകൾ എന്ന ഒരു പുസ്തകമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ബാലൻ പബ്ലിക്കേഷൻസിൻ്റെ പുസ്തകങ്ങൾ മാത്രമാണ് അന്നുണ്ടായിരുന്ന ബാലസാഹിത്യം. പിന്നീട് വായന കയ്യിൽ കിട്ടുന്നതൊക്കെയായി. പാടാത്ത പൈങ്കിളിയും മയിലാടും കുന്നും മറിയക്കുട്ടിയും കഴിഞ്ഞ് ആനന്ദിലും മുകുന്ദനിലും എം ഡിയിലുമൊക്കെ എത്തുന്ന ഒരു വായന ഉണ്ടായി. ഒടുവിൽ എത്തി നിൽക്കുന്നത് ദാർശനിക വേദശാസ്ത്ര മേഖലയിലാണ്. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം തന്നെ മനുഷ്യന് ഏകദൈവ വിശ്വാസം ഉണ്ടായത് എങ്ങനെയാണ് എന്ന് പരിശോധിക്കുന്നൊരു കൃതിയാണ്. വളരെ ആഴത്തിൽ പഠിക്കാൻ താല്പര്യമുള്ളവരല്ലെങ്കിൽ രണ്ടാമത്തെ പേജിൽ ഉറക്കം വരുന്ന പുസ്തകമാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് നന്മകളും ഒരുപാട് പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പൊതുവെ നോക്കിയാൽ ഈശ്വരൻ്റെ ഒരനുഗ്രഹം എല്ലാ കാര്യത്തിലും ഞാൻ കാണുന്നു എന്നുള്ളതാണ് സത്യം. ഒരു ഗ്ലാസ്സിൽ പകുതി നിറച്ച് ഇരിക്കുന്ന വെള്ളം ഉള്ളപ്പോൾ ഗ്ലാസ് പകുതി നിറഞ്ഞിരിക്കുന്നുവെന്നോ പകുതി ഒഴിഞ്ഞിരിക്കുന്നുവെന്നോ പറയുന്നത് നമ്മുടെ മനസ്സിനെ ആശ്രയിച്ചാണ്. ഇംഗ്ലീഷിന് 70 മാർക്ക് കിട്ടുമ്പോൾ അതെൻ്റെ മിടുക്കാണെന്നും മലയാളത്തിന് 40 മാർക്കാകുമ്പോൾ അത് ദൈവം പാരവെച്ചതാണ് എന്നും പറയുന്നത് ശരിയാണ് എന്ന അഭിപ്രായം ഇല്ല എനിക്ക്. ജീവിതം എന്നെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയും ഇതുതന്നെയാണ്. ആയിരത്തി 1970കളിൽ മാൽക്കം മഗർജിൻ്റെ സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് എന്ന പുസ്തകം വായിച്ചപ്പോൾ മുതൽ മദർ തെരേസയോട് എനിക്ക് ഒരുതരം ആരാധന ഉണ്ടായി. 1986 അമ്മ എൻ്റെ വീട്ടിൽ വന്നു. അന്ന് അമ്മ ഇരുന്ന കസേരയാണ് ഇവിടെ കാണുന്നത്. അമ്മ വന്നു പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കസേര മാറ്റിയിട്ടു. എനിക്കറിയാമായിരുന്നു എന്നെങ്കിലും അവരെ സഭ വിശുദ്ധയായി പ്രഖ്യാപിക്കുമെന്ന്. അങ്ങനെ അമ്മയുടെ മരണശേഷം ആ കസേര പുറത്ത് ഡ്രോയിങ് റൂമിൽ ബഹുമാനപൂർവ്വം കൊണ്ടുവന്നു. അമ്മയെ വാഴ്ത്തപ്പെട്ടവളായി ബ്ലസ്സഡ് ടെറീസ ഓഫ് കൽക്കട്ട എന്ന് സഭ പ്രഖ്യാപിച്ചപ്പോൾ ഇത് എൻ്റെ വീട്ടിലെ അൾത്താര പോലെയാക്കി ഒരു വിളക്കും സ്ഥാപിച്ചു. ഇപ്പോൾ എൻ്റെ ഓരോ പ്രഭാതവും ആരംഭിക്കുന്നത് അമ്മയുടെ മുന്നിലാണ്. ഇന്നുവരെ എൻ്റെ അനുഭവത്തിൽ എൻ്റെ അപേക്ഷകൾ നിരസിക്കാത്ത ഒരമ്മയായിട്ടാണ് ഞാൻ മദർ തെരേസയെ കാണുന്നത്. ഇത് കുറുപ്പമ്പടി പള്ളിയുടെ മുറ്റമാണ്. ഇവിടെ ഞാൻ നിൽക്കുന്നതിൻ്റെ ഇടതുവശത്ത് എൻ്റെ ശൈശവ സ്മരണയിൽ ഒരു വലിയ പാറക്കല്ലുണ്ടായിരുന്നു. 17-ാം നൂറ്റാണ്ടിൽ ഇടിവെട്ടിപ്പോയ പള്ളിയുടെ അവശിഷ്ടമായിരുന്നിരിക്കണം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സുദീർഘമായ സർവീസിനിടയിൽ കാലിൽ മൂത്രം തെറിക്കാതെ കയറി നിന്ന് മൂത്രമൊഴിക്കാവുന്ന ഒരു സൗകര്യമുള്ള സ്ഥലമായിരുന്നു ആ പാറക്കല്ല്. ആ പാറക്കല്ലിന് പിൽക്കാലത്ത് എന്ത് സംഭവിച്ചു എന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഏതായാലും അന്ന് ഉപയോഗിച്ച കാര്യത്തിന് ഇന്ന് അത് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം സമൂഹം എനിക്ക് അനുവദിക്കുന്നതുമില്ല.
സഭയും ഞാനുമായിട്ടുള്ള ബന്ധം ആരംഭിക്കുന്നത്. എൻ്റെ പിതാവ് ജനിക്കുന്നതിന് മുൻപേ അന്തരിച്ച മഹാപരിശുദ്ധനായ പരിമല തിരുമേനി ഈ മാമോദീസ തൊട്ടിയിൽ ഇങ്ങനെ സ്നാനപ്പെടുത്തുന്നതായി ധ്യാനിച്ചുകൊണ്ടാണ് എൻ്റെ ഉൾഭാഗമാണ്. 1946 മുതൽ വിദ്യാർത്ഥിയായിരുന്നപ്പോഴും കളക്ടറായിരുന്നപ്പോഴും ചീഫ് സെക്രട്ടറിയുടെ ഗ്രേഡിലായപ്പോഴും ഹൈക്കോടതി ജഡ്ജിയുടെ പദവിയിലായി പെൻഷനായ സമയത്ത് വന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. അതുവരെയുള്ള സമയങ്ങളിലൊക്കെ ഈ മദ്ബഹായിൽ ഒരു സാധാരണ ശുശ്രൂഷകനായിട്ട് ഞാൻ വരുമായിരുന്നു. ഈ സെപ്റ്റംബർ മാസത്തിൽ 2006 60 വർഷം തികയുകയാണ്. ഇവിടുത്തെ വേറൊരു പ്രത്യേകത, ഈ വലതുവശത്ത് കാണുന്ന സെൻറ്റ് ജോർജിൻ്റെ ത്രോണോസ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. എൻ്റെ അച്ഛൻ ഈ പള്ളിയിൽ വികാരിയായിരുന്നു. ഒരു ചെറുപ്പക്കാരനായ വൈദികനായി 25 വയസ്സ് പ്രായമുള്ളപ്പോൾ ആദ്യമായി ദിവ്യപൂജ അർപ്പിച്ചത് ഈ പള്ളിയുടെ തെക്കേ ത്രോണോസിലാണ്. അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് ഞാൻ ധ്യാനിക്കുന്നത്. അത് കഴിഞ്ഞ് എല്ലാ ദിവസവും രാവിലെ ഞാൻ മനസ്സുകൊണ്ടുള്ള എൻ്റെ പരിക്രമ പ്രാർത്ഥനയിൽ ഈ ത്രോണോസ് ഇത് ദൈവമാതാവിൻ്റെ ബെൽറ്റിൻ്റെ ഒരു കഷണം സ്ഥാപിച്ചിട്ടുള്ളതാണ്. തിരുശേഷിപ്പ് എന്നാണ് സാധാരണ പറയുന്നത്. അങ്ങനെ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ദേവാലയമാണ്. നിർഭാഗ്യവശാൽ അർഹിക്കുന്ന രീതിയിലുള്ള അറിവ് ഈ ദേവാലയത്തെക്കുറിച്ച് പുറത്തില്ല എന്നുള്ളതാണ് സത്യം. എൻ്റെ അമ്മ ഏകസന്താനമായിരുന്നത് കൊണ്ട് ഞങ്ങളോടൊപ്പം താമസിച്ചിരുന്ന മാതാമഹിയുമാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. പക്ഷേ ഇത് കുടുംബക്കല്ലറ ആണ് ഇവിടെ എഴുതി വച്ചിട്ടുള്ളത്. വളരെ ഈശ്വര വിചാരത്തോടു കൂടെ ജീവിച്ച ഒരമ്മയും മകളുമാണ് ഇവിടെ വിശ്രമിക്കുന്നത് എന്ന് എൻ്റെ അച്ഛൻ തന്നെ എഴുതിയ എപ്പിറ്റാഫ് ആണ് ഈ താഴെ കല്ലിൽ എഴുതി വച്ചിട്ടുള്ളത്. ഇത് എൻ്റെ അച്ഛൻ്റെ കബറിടമാണ്. ഞങ്ങളുടെ പാരമ്പര്യമനുസരിച്ച് വൈദികരെയും അവൈദികരെയും ഒരേ സ്ഥലത്ത് സംസ്കരിക്കാറില്ല. അത് പിൽക്കാലത്ത് ശ്രാദ്ധം മുതലായവ വരുമ്പോൾ നടത്തുന്ന പ്രാർത്ഥനകൾ വൈദികർക്കും അവൈദികർക്കും വ്യത്യസ്തമായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് കുടുംബക്കല്ലറയിൽ അമ്മയുടെയും അമ്മൂമ്മയുടെയും കൂടെ അച്ഛനെ സംസ്കരിക്കാൻ സാധിക്കാത്തത്. യേശുക്രിസ്തുവിൻ്റെ 2 വശത്തും 2 കള്ളന്മാരായിരുന്നു. എൻ്റെ 2 വശത്തും എൻ്റെ 2 പഴയ സഹപാഠികളാണ്. ഇത് കുഞ്ഞപ്പനും ഞാനും 2ാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചു. 2ാം ക്ലാസ്സിലെ ഞങ്ങളുടെ അധ്യാപികയെ നാട്ടുകാർ തയ്യൽ സാറെന്നാണ് വിളിച്ചിരുന്നത്. ആദ്യം വഞ്ചീശമംഗളം പാടും. അത് കഴിഞ്ഞ് കുട്ടികൾ കലവല വയ്ക്കുമ്പോൾ ചൂരൽ വടി വെച്ച് മേശപ്പുറത്ത് 2 അടി അടിക്കും. അത് കഴിഞ്ഞാണ് ക്ലാസ് തുടങ്ങുന്നത്. 2ാം ക്ലാസ്സിലെ കുഞ്ഞപ്പൻ്റെയും എൻ്റെയും കൂടെ പഠിച്ചൊരു തോമസിനെ ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല.
ഈ തോമസ് ഒരു രസികൻ കഥാപാത്രമായിരുന്നു. അപ്പോൾ ടീച്ചർ പാഠം 2 പശു എന്ന് പറഞ്ഞപ്പോൾ ഈ തോമസ് പറഞ്ഞു, ഇതന്നെ സാറേ എല്ലാ കൊല്ലവും ഇത് തന്നെ ആദ്യം പഠിക്കണേ, ഈ കൊല്ലം നമുക്ക് വേറെ ഒരെണ്ണം പഠിക്കണം. അന്ന് എനിക്കതിൻ്റെ ഗുട്ടൻസ് പിടിയിട്ടില്ല. ഈ തോമസ് 2ാം ക്ലാസ്സിൽ 4ാം കൊല്ലമായിരുന്നു. 3 കൊല്ലം ഈ പാഠം 2 പശു വെച്ച് തുടങ്ങിയപ്പോൾ 4ാം കൊല്ലം തുടങ്ങിയപ്പോൾ തോമസ് പറഞ്ഞു, ഈ കൊല്ലം നമുക്കൊരു പുതിയ പാഠം പഠിക്കാവുന്ന. അപ്പോൾ തോമസ് സീനിയർ, കുഞ്ഞപ്പനും ഞാനും ഒക്കെ ഒരുമിച്ച് വന്നു. കുഞ്ഞപ്പൻ ഈ സിനിമാ താരം ഇന്നസെൻ്റ് പണ്ട് പറഞ്ഞതുപോലെ 2ാം ക്ലാസ്സോടുകൂടി എല്ലാ വിദ്യാഭ്യാസവും സ്വന്തമാക്കി കഴിഞ്ഞതുകൊണ്ട് പഠിത്തം നിർത്തി, പിന്നെ ഒന്നും പഠിക്കാനില്ല. അതുകൊണ്ട് കുഞ്ഞപ്പൻ പഠിത്തം നിർത്തി അല്ലേ? അതെ. ഇപ്പോൾ പള്ളിയുടെ സർവീസിലാണ്. ഇവിടെ ഈ പള്ളിയിൽ എന്ത് ജോലിയും ചെയ്യും. ശിവായുടെ ജോലി ചെയ്യണോ അത് ചെയ്യും, അച്ഛനെ സഹായിക്കണോ അത് ചെയ്യും, ഇനി അത്യാവശ്യം സെമിത്തേരിയിലെ ജോലി ചെയ്യണോ അതും ചെയ്യും. ഒന്നിനും ഒരു മടി കുഞ്ഞപ്പനില്ല. കുഞ്ഞപ്പൻ പള്ളിയുടെ ഒരു ആശ്രിതനായ വിശ്വാസിയായിട്ട് കഴിയുന്നു. ഈ വലത്തുഭാഗത്തെ സഹപാഠി മത്തായി, ഇയാൾ എന്നേക്കാൾ സീനിയറായി പഠിച്ചു, എൻ്റെ കൂടെ പഠിച്ചു, പിന്നെ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചു. എൻ്റെ അനിയൻ്റെ കൂടെ പഠിക്കുന്നതിന് മുമ്പേ ഇയാൾ പഠിത്തം നിർത്തി. അല്ലെങ്കിൽ ഇയാളെ ഇവിടെ നാട്ടിലൊക്കെ ധിംധി എന്നാണ് വിളിക്കുന്നത്. കാരണം പണ്ട് ഫുട്ബോൾ കളിക്കും. ഫുട്ബോൾ കളിക്കുമ്പോൾ ഇയാൾ പന്ത് ഷൂട്ട് ചെയ്യുമ്പം ഒരു ശബ്ദം ഉണ്ടാക്കും അല്ലേ മത്തായി? ആ ശബ്ദം ഉണ്ടാക്കുന്നതിനാണ് മത്തായി ധിംധി എന്ന് വിളിക്കുന്നത്. മത്തായി KSRTCയിൽ ഡ്രൈവറായിരുന്നു. അവസാനം ഹെഡ് വെഹിക്കിൾ സൂപ്പർവൈസറായിട്ട് പിരിഞ്ഞു. എന്നാൽ മത്തായിക്ക് വളരെ ഔചിത്യബോധമുണ്ട്. മത്തായി മേലുദ്യോഗസ്ഥന്മാരുടെ കൂടെ എന്നെ കാണാൻ വന്നാൽ മേലുദ്യോഗസ്ഥനകത്ത് കയറി വരുമ്പോൾ മത്തായി പുറത്തു നിന്ന് ആൾ നല്ലവനാണോ പിന്നെ കൊള്ളരുതാത്തവനാണോ എന്ന് ആംഗ്യം കൊണ്ട് എന്നോട് കാണിക്കും. പക്ഷെ ഒന്നിച്ചു വരില്ല. മത്തായി മാത്രമായിട്ട് വരുമ്പോൾ എൻ്റെ കൂടെ വരും, കയറിയിരിക്കും. മത്തായി വരുമ്പോൾ എനിക്ക് തിരക്കാണെങ്കിൽ മത്തായി തിരിച്ച് വരുമ്പോൾ വന്ന് സ്മോൾ അടിച്ച് തലയ്ക്ക് പിടിച്ച് കഴിയുമ്പോൾ ഒരു ധൈര്യം ഉണ്ടായി, ഡച്ച് കറേജ് എന്ന് പറയുമല്ലോ. അന്നേരം രാത്രി വിളിക്കും, ഇപ്പോൾ ഒന്നും ഞാൻ വന്നപ്പോൾ മുമ്പൊക്കെ വലിയ സ്റ്റൈലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതാണ് മത്തായി. ഞാൻ ഔപചാരിക വിദ്യാഭ്യാസം ആരംഭിച്ച സ്ഥലമാണ് ഇത്. അന്ന് ഈ കെട്ടിടത്തിന് അര ഭിത്തി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഞാൻ 2ാം ക്ലാസ്സിലാണ് ചേർന്നത്. 2, 3, 4, 5 ക്ലാസ്സുകൾ ഇവിടെ പഠിച്ചു. അന്ന് മലയാളം സ്കൂൾ എന്നറിയപ്പെട്ടിരുന്നു. മഹാകവി G. ശങ്കരക്കുറുപ്പാണ് ഇവിടെ പഠിച്ചിട്ടുള്ളവരിൽ വെച്ച് ഏറ്റവും പ്രശസ്തനായ പൂർവ്വ വിദ്യാർത്ഥി എന്ന് പറയാവുന്നത്. ഞാൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയത് 1946. അന്ന് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ഭരണകാലം. വഞ്ചീശമംഗളം പാടിയാണ് തുടങ്ങുന്നത്. ആ കാണുന്ന സ്ഥലത്ത് നിന്നാണ് വഞ്ചീശമംഗളം പാടുന്നത് കുട്ടികൾ. അന്ന് എൻ്റെ കൂടെ പഠിച്ച മിക്കവാറും ആളുകളെ ഒന്നും ഇപ്പോൾ നേരത്തെ കണ്ട കുഞ്ഞപ്പനൊഴിച്ച് പലരും മരിച്ചുപോയി, ചിലരൊക്കെ ഉണ്ട്. ഇത് കുഞ്ഞുവെണ്ണെന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ പ്രൈമറി സ്കൂൾ ഹെഡ് മിസ്ട്രസ്സായിട്ട് റിട്ടയർ ചെയ്ത ഏലിയാമ്മ ടീച്ചർ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. എൻ്റെ ഒരു കൊല്ലം സീനിയറായിരുന്നു. ഞങ്ങൾ ബാല്യകാല സഖി എന്ന് പറയാം അല്ലേ? അങ്ങനെ ആയിരുന്നു. കുഞ്ഞുമോള് 32 വർഷം ഈ സ്കൂളിൽ ടീച്ചറായിരുന്നു. പഠിപ്പിച്ചു. എൻ്റെ അമ്മ ഇവിടെ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു, ടീച്ചറായിരുന്നു. അമ്മ പഠിപ്പിച്ചു, അമ്മയുടെ കൂടെ പഠിപ്പിച്ചു. പിന്നീട് ഹെഡ് മിസ്ട്രസ് ആയിട്ട് 2 വർഷം വേറെ സ്കൂളിലേക്ക് പോയി, അവിടെ നിന്ന് റിട്ടയർ ചെയ്തു.
ഇത് മലയക്കുരിശ്. പണ്ട് ഈ മലയുടെ നെറുകയിൽ ഒരു കുരിശ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം കുര്യാക്കോസ് എന്ന വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് 1900-901 കാലത്ത് ഇവിടെ സ്ഥാപിക്കപ്പെട്ടു. ഞങ്ങളുടെ ബാല്യകാലത്ത് ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നില്ല. ഇവിടെ ഒരു കുറച്ചുകൂടെ പഴയ അരഭിത്തിയായിരുന്നു. അതിൻ്റെ മുകളിൽ കയറിയിരുന്നാൽ വളരെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ അന്നും കാണാമായിരുന്നു. ഇപ്പോൾ കാണുന്ന ഈ കെട്ടിടങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല. മരച്ചില്ലകൾക്കടിയിലേക്ക് സൂര്യൻ മറഞ്ഞു പോകുന്നത് ഹൃദ്യമായ ഒരു കാഴ്ചയായി ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഈ നിൽക്കുന്ന സ്ഥലത്തിനടുത്തുകൂടെ ഈ മല ക്രോസ് ചെയ്ത് എൻ്റെ അമ്മ ഒരുപാട് നടന്നിട്ടുണ്ട്. ഡയറ്റിൽ അമ്മ അധ്യാപികയായിരുന്നു. താമസം അച്ഛൻ ഹെഡ് മാസ്റ്ററായിരുന്ന സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റേഴ്സ് ക്വാർട്ടേഴ്സിൽ, അത് ഈ മലയുടെ കിഴക്ക് വശം. ഡയറ്റ് അന്നത്തെ പ്രൈമറി സ്കൂള് മലയുടെ പടിഞ്ഞാറ് വശം. അമ്മ എല്ലാ ദിവസവും 4 പ്രാവശ്യം ഈ മല കയറി ഇറങ്ങി സ്കൂളിൽ പോവുകയും ഉച്ചയ്ക്ക് വീട്ടിൽ വരികയും ചെയ്യുമായിരുന്നു എന്നുള്ളത് ഈ സ്ഥലവുമായുള്ള വ്യക്തിപരമായ വൈകാരിക ബന്ധത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ്.